എന്നെ കൊല്ലും, തട്ടും, കൂടോത്രം ചെയ്യും. എന്റെ സഹോദരി എന്നോട് പറഞ്ഞാണ് അവന്റെ വീട്ടുകാർക്ക് വരെ കൂടോത്രം ചെയ്യണ വ്യക്തിയാണ്. എന്തൊരു 1000 കൂടോത്രം ഉണ്ടായാലും 500 ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ കൂടെ എന്തുണ്ടാവും, എന്തോ ഗുളികൻ എന്തുണ്ടാവും. ഉപ്പുമുളകും ലൈറ്റിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓരോരുത്തരായിട്ട് വന്ന് വീഡിയോ ചെയ്യുന്നുണ്ട്. ഓരോ ഫാമിലീസ് ആയിട്ട്. ആദ്യം അച്ഛനും അമ്മയും വീഡിയോ ചെയ്യുന്നു, പിന്നെ അതിനുശേഷം അനിയത്തി വരുന്നു, പിന്നെ വീണ്ടും ഇറങ്ങിപ്പോയ ഒരു അനിയത്തി വരുന്നു. അങ്ങനെ ഇപ്പൊ 3 ഫാമിലി ആയിട്ട് മാറിയിരുന്ന് വീഡിയോ ചെയ്യുവാണ്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഈ ചേച്ചിയായിട്ടുള്ള പൊന്നൂസിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തി വീഡിയോയ്ക്കകത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പറയണത് ഈ നന്ദനയുടെ ഹസ്ബൻഡിനെ പറ്റിയിട്ടാണ്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള മെയിൻ കാരണം അതാ. ഞാൻ ഇവരുടെ കുടുംബ പ്രശ്നങ്ങൾ ഓവറായിട്ട് എടുത്തു വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. നമ്മൾ എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞിട്ട് വിട്ട് പിന്നെ ഇതിന്റെ പുറകെ നടക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഇപ്പൊ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പൊന്നൂസ് പറയുന്ന കുറച്ച് കാര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ കൂടോത്രത്തിനെ പറ്റിയിട്ട്, പിന്നെന്ത് ഗുളിയനെ പറ്റിയിട്ട് കുറച്ച് സംഭവങ്ങൾ അറിയാലോ. ഈ അന്ധമായ വിശ്വാസങ്ങളിൽ നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ. പ്രത്യേകിച്ച് ഇപ്പം കുറച്ച് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് മാജിക്കിനെ പറ്റിയിട്ട്. അപ്പൊ അതേ കണക്ക് ഈ പറയുന്ന മരുമകനായിട്ടുള്ള ഗൂഗിൾ എന്ന് പറയുന്ന പയ്യൻ ഇങ്ങനെയുള്ള കുറെ പരിപാടിയിൽ ഭയങ്കര അന്ധമായിട്ടുള്ള വിശ്വാസമാണെന്നും പിന്നെ ഈ പറയുന്ന പൊന്നൂസിനെ കൊല്ലുമെന്നും എന്തൊക്കെയോ കൂടോത്രങ്ങൾ ചെയ്യുമെന്നും അങ്ങനെയൊക്കെയുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് പുള്ളിക്കാരത്തി പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. എന്തായാലും വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തെളിവുകളുമായിട്ട് ഞങ്ങൾ വരാൻ തയ്യാറാണ്. എന്റെ നല്ല തെളിവുണ്ട്. ബ്ലോക്ക് ചെയ്യാനുള്ള കാരണം ഞാനിത് എന്റെ വീട്ടുകാരോട് പറഞ്ഞതിന് ശേഷം തൊട്ട് എന്നെ കൊല്ലും, തട്ടും, കൂടോത്രം ചെയ്യും. എന്റെ സഹോദരി എന്നോട് പറഞ്ഞാണ് അവന്റെ വീട്ടുകാർക്ക് വരെ കൂടോത്രം ചെയ്യണ വ്യക്തിയാണ്. എന്തൊരു 1000 കൂടോത്രം ഉണ്ടായാലും 500 ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ കൂടെ എന്തുണ്ടാവും, എന്തോ ഗുളികൻ എന്തുണ്ടാവും. പിന്നെ അവനോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് അവന് എന്തെങ്കിലും വിഷമം തോന്നിയാൽ അവരോട് ഈ ഗുളികൻ പെരുമാറുന്നൊക്കെ ഇവളെന്നെയാണ് എന്നോട് സ്നേഹത്തോടെ ഇരിക്കുമ്പോഴേ എന്നോട് പറഞ്ഞിട്ടുള്ള കേസാണ് ഇത്. അതായത് ആ പുള്ളിക്കാരൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കൂടോത്രം ചെയ്ത് നശിപ്പിച്ച് കളയും, അങ്ങനെയൊക്കെയുള്ള സംഭവം. ഇത് ശരിക്കും ഇവരുടെ ഫാമിലിയിൽ നിന്നും ഇങ്ങനെ ഒരു സാധനം വെളിയിൽ പോകുന്നുണ്ട് കേട്ടോ. അതായത് ആ അച്ഛനോ അമ്മയൊക്കെ വളരെ പേഴ്സണായിട്ട് വിളിക്കുന്ന ആൾക്കാർ നമ്മുടെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ പുള്ളി ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്, ഭയങ്കരമായിട്ട് കൂടോത്രത്തിന്റെ മെയിൻ ആളാണ്, അങ്ങനെയൊക്കെ. ശരിക്കും ഇന്നത്തെ കാലത്ത് ഇപ്പോഴും ഇതൊക്കെ പിടിച്ചുകൊണ്ട് നടക്കുന്ന കുറെ ആൾക്കാരുണ്ടെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു. ഇപ്പോൾ ഈ പറയുന്ന ട്രിവാൻഡ്രത്ത് ഇപ്പം നടന്ന ഒരു കേസ്, ഞാനിപ്പോൾ അതിനെ കുറച്ച് മുന്നേ അതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തതാണ്. അതിനകത്ത് ആ അച്ഛനെ കൊല്ലാനായിട്ടുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് മാജിക്, അതായത് ദുർമന്ത്രവാദം തലയ്ക്ക് പിടിച്ച് അങ്ങനെയാണ് ഓരോ പരിപാടികൾ ചെയ്തു കൂട്ടിയത്. അപ്പം ഞാൻ ഇപ്പം ഇവിടെ പറയുന്നത് ഇത് ഈ കൊല്ലുമെന്ന് എടുക്കുന്ന അങ്ങനെയൊന്നും അല്ല. ഞാനിപ്പോൾ ഈ പറയുന്ന ഗൂഗിളിനെ പറ്റിയിട്ടായാലും പറയുന്നത് ശരിക്കും ഇത്തരത്തിലുള്ള അന്ധമായ വിശ്വാസങ്ങൾ തലയ്ക്ക് പിടിച്ചിട്ട് നിങ്ങളുടെ ഫാമിലി ലൈഫ് നിങ്ങൾക്ക് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് വലിയ ആപത്തിലോട്ടായിരിക്കും പോണത്, അന്നേ ഞാൻ പറയത്തുള്ളൂ. കാര്യം ഇങ്ങനെയൊക്കെ ശരിക്കും സംഭവം ഉണ്ടെങ്കിൽ ഇതേ പറ്റിയിട്ട് എനിക്കറിയത്തില്ല. ഇപ്പോൾ വൺ സൈഡ് ഓഫ് ദി സ്റ്റോറിയാണ് പറയണത്. ഇപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന പുള്ളി ഇതുവരെ അതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടില്ല. പക്ഷെ എന്നാൽ പോലും നിങ്ങളൊന്ന് ആലോചിക്കും, ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്തോ ശരിക്കും പറയേണ്ടത്. ഇത് ശരിക്കും 2025 തുടക്കം തന്നെ ഈ കുറേ വാർത്തകൾ ഇതിനെ പറ്റിയിട്ടാണ്. ഈ അന്ധമായ വിശ്വാസത്തിന്റെ പുറകിൽ നടക്കുവാണ് ഈ ആൾക്കാരെല്ലാം. എനിക്ക് കൊണ്ടുപോകാൻ താല്പര്യമില്ല. കാണിച്ചല്ല, ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ എന്തെങ്കിലും ഇത് ഇടപെടാതെ ഇരുന്ന കാര്യമാണ്. പക്ഷെ ഈ വീഡിയോ ആരെങ്കിലും കണ്ടുണ്ടോന്ന് അറിയില്ല. നമുക്ക് ഈ വീഡിയോ ആയിട്ട് കാണിക്കാൻ പറ്റില്ല, കാരണം കോപ്പിറൈറ്റ് വരും. ഈ ഒരു ഗുളികന്റെ എന്തോ സ്റ്റാറ്റസ്, പിന്നെ അതുപോലെ ഈ കുട്ടിച്ചാത്തൻ കാവില് പോയിട്ടാണ് കൂടോത്രം ഇങ്ങനെ ചെയ്യുന്നത്. മാസിലെ വീട്ടുകാർക്ക് ആൾക്ക് വേണ്ടി ചെയ്യുന്നത്. ഈ പ്രശ്നം കഴിഞ്ഞ പിറ്റേ ദിവസം ആ വ്യക്തി അങ്ങോട്ട് പിറ്റേന്റെ പിറ്റേ ദിവസമാണ് ഈ അമ്പലത്തിൽ പോയിട്ട് സ്റ്റാറ്റസ് ഇട്ടിക്കുക. പിന്നെ മാർക്കോ സിനിമയുടെ വയലൻസ് അറിയാലോ, ഇട്ടിരിക്കണേന്ന് പറയും. പക്ഷെ ഇങ്ങനെ ഒന്നും ഇടാത്തൊരു വ്യക്തി, ആളെ കുറെ സ്റ്റാറ്റസ്, ആര് ഫ്രണ്ട്സുകളോട് കാണാൻ സ്റ്റാറ്റസ് ഇടുന്ന വ്യക്തി, ഈ പ്രശ്നം ഉണ്ടായി അന്ന് മുതൽ ഈ സ്റ്റാറ്റസ് ഇടുക. വെറുതെ ഇങ്ങനെയുള്ള സ്റ്റാറ്റസ് ആർക്കും ഇടേണ്ട ആവശ്യമില്ല. ശരിക്കും ഇങ്ങനെയൊക്കെയുള്ള മനസ്സിൽ മേ ബി ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയുള്ള ആൾക്കാരെ ഇങ്ങനെയുള്ള സ്റ്റാറ്റസ് ഇടത്തുള്ളൂ. എന്തായാലും ഈ പറയുന്ന പയ്യൻ ഇവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മേ ബി എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ ചെയ്തതിന്റെ പേരിലായിരിക്കും മാനനഷ്ടത്തിനൊക്കെ കേസ് കൊടുക്കുന്നത്. കാര്യം ഇതൊന്നും വലിയൊരു സംഭവമൊന്നുമല്ല. കാര്യം അവർ പേരോ കാര്യങ്ങളോ ഒന്നും എവിടെയും പറഞ്ഞിട്ടില്ല, ഫോട്ടോ പോലും വെച്ചിട്ടില്ല. അപ്പം നിങ്ങൾ ഈ മാനനഷ്ട കേസ് എന്ന് പറയുമ്പോഴത്തേക്ക് വെറുതെ എല്ലാവർക്കും കൊണ്ടുവന്നാൽ കൊടുത്ത് കേസ് എടുത്ത് എല്ലാവരെയും അങ്ങ് പിടിച്ച് പാത്തിടും, അങ്ങനെയല്ല. മാനനഷ്ട കേസിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാത്തതുകൊണ്ടായിരിക്കും അത്. എന്തായാലും സംഭവം കൊള്ളാം. എന്തായാലും ഈ ഒരു പയ്യൻ ഈ ഒരു കാര്യത്തിനകത്ത് അഡിക്റ്റ് ആണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയണത്. കഴിവതും ഇനി ഈ കാര്യം ഇതിപ്പോൾ നിങ്ങളുടെ ഒരു ഫാമിലി മാറ്ററായി. ഇതിപ്പോൾ ഡെയിലി ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി ഓരോരുത്തരിടുന്നു. ഇപ്പോൾ കുറച്ച് മുന്നേ ഈ നന്ദനയായാലും നന്ദനയുടെ ഹസ്ബൻഡ് കൂടെ ചേർന്നിട്ട് വന്നിരുന്ന വീഡിയോ ഇട്ടുണ്ട് ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. പക്ഷേ അവർ അതിനകത്തൊന്നും പറയുന്നില്ല, ഒരു ഡെയിലി വ്ളോഗാണ്. പക്ഷേ ആൾക്കാർക്ക് എല്ലാവർക്കും ഇത് കാണാനൊരു ക്യൂരിയോസിറ്റി ഉണ്ട്, എന്താണ് ശരിക്കും ഇവരുടെ ഫാമിലിയിൽ നടക്കുന്നത് എന്നുള്ള രീതിയിൽ. ഇത് ശരിക്കും ഇതൊരു പരമ്പരയായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ചാൻസ്. പ്രശ്നം അന്നും മുതൽ ഇങ്ങനെ ഓരോന്ന് ഇടുക. എന്റെ കൂടപ്പുറപ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട് അവന്റെ വയലൻസ് എന്താന്ന്. അവന്റെ കൂടപ്പുറപ്പോളോട് അവന്റെ വീട്ടുകാരോട് ചെയ്യണ
കൂടോത്രങ്ങളുടെ കണക്കും സ്റ്റാറ്റസ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതും പറഞ്ഞിട്ട് ഇവന്റെ വീട്ടിൽ പോയപ്പോൾ ഇവന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇവനായിട്ട് പ്രശ്നമുണ്ടായ ടൈം, ഇവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ടൈമിൽ പ്രശ്നമുണ്ടായ ടൈമിൽ ഇവന്റെ സ്റ്റാറ്റസ് അയക്കാൻ പറ്റാതെ ഞാനും ബ്ലോക്ക് ചെയ്തു, അവന്റെ അമ്മയും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അവന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ചെയ്തിട്ടുള്ളൂ. എനിക്ക് കാണാൻ വയ്യ, ഞങ്ങൾ രാത്രി വർക്കിന് പോകുന്ന ആൾക്കാരാണ്. എനിക്കിത് കാണുമ്പോൾ ഓരോ വണ്ടികൾ മുന്നിൽ വരുമ്പോൾ എനിക്ക് ടെൻഷൻ വരും. എനിക്ക് ചെറിയ മോളുണ്ട്, ആ മോളെ ഞാൻ വീട്ടിലാക്കിയിട്ട് പോകണം. എനിക്കിത് കാണുമ്പോൾ എനിക്ക് ടെൻഷനാണ്. എനിക്ക് ഇങ്ങനത്തെ ടെൻഷൻ പേടിയാ. കാരണം എനിക്ക് എന്റെ കുടുംബമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നത് ഞാൻ എന്താ വേണ്ട ടെസ്റ്റിൽ ഇടപെടാത്തൊരു വ്യക്തിയാണ്. എന്തുകൊണ്ടേ ഇതൊക്കെ വീട്ടുകാർക്ക് എഗെയിൻസ്റ്റ് ഒക്കെ ഇങ്ങനെ കൂടോത്രമൊക്കെ ചെയ്യുമെന്ന്? എനിക്ക് എന്തെങ്കിലും മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാര്യമായിട്ട് ചോദിക്കുമോ? ഇതൊക്കെ എന്തുവാണ് ഇതൊക്കെ? ഓരോ ഡെയിലി ഓരോ വാർത്തയിൽ ഒരുപാട് കേസ് കാണുന്നതാണല്ലോ. ഈ അന്ധവിശ്വാസം കൊണ്ട് ഈ കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെയാണെന്ന് ചുമ്മാ ആവശ്യമില്ലാത്ത പരിപാടികൾ കാണിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ സത്യം പറഞ്ഞത് പോലീസ് കേസും വിഷയങ്ങളിലൊക്കെ ആയി കഴിഞ്ഞാൽ ഇത് വേറെ രീതിയിലോട്ടൊക്കെ പോകും. വിശ്വാസമൊക്കെ ആവാം, പക്ഷെ അമിതം ആവാതിരിക്കുക എന്തിനോടെ, ഇല്ലെങ്കിൽ അത് വൻ രീതിയിലുള്ള പണിയായിരിക്കും മേടിക്കാൻ പോകുന്നത്. എന്റെ കൂടെ ഉറപ്പല്ലേ വെച്ചാൽ ഞാൻ വന്ന് പെട്ടു കേസാ. ഇങ്ങനെ ടെൻഷൻ അടിച്ച് 2 സൂചി ഞാൻ എന്റെ ഈ ഒരു മാസം എന്റെ കഴിഞ്ഞൊരു മാസത്തെ വീഡിയോ നോക്കി അറിയാം. ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഇടാൻ പറ്റില്ല. എന്റെ മൈൻഡ് ഓക്കെ അല്ല. എന്നെ തളർത്തിക്കൊണ്ടിരിക്കും. ഓരോ സ്റ്റാറ്റസ് ഇട്ടിട്ട് എന്നെ കൊല്ലുന്നു, എന്റെ ഭർത്താവ് കൊല്ലുന്നു പറഞ്ഞിട്ട് സ്റ്റാറ്റസ് ഇടുമ്പോൾ എനിക്ക് എന്റെ പേടിയില്ലേ, ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. ആ ഒരൊറ്റ ടെൻഷനാണ് ഞാൻ ആ വ്യക്തിന്റെ ബ്ലോക്ക് ആക്കി. ഞാൻ എന്റെ കൂടെ ഉറപ്പിന്റെ ബ്ലോക്ക് ആക്കില്ല, ആ വ്യക്തി ഞാൻ ബ്ലോക്ക് ആക്കി. എനിക്ക് ആ വ്യക്തിയെ ഒന്നും കാണുന്നുണ്ടല്ലോ, ആ കാണുമ്പോഴല്ലേ ഞാൻ ടെൻഷൻ അടിക്കുന്നത്. ആ ബ്ലോക്ക് ആക്കി ഞാൻ അമ്മോട് പറഞ്ഞിട്ടുണ്ടാകുമ്പോൾ ഞാൻ ബ്ലോക്ക് ആക്കാണ്. എനിക്കിത് കാണാൻ വയ്യ, എനിക്ക് സഹിക്കുന്നില്ല, എനിക്ക് ടെൻഷനായിട്ട് ഞാൻ രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ബ്ലോക്ക് ആക്കിയതാണ്. അല്ലാതെ വേറെ ഒന്നും. ഈ കൊല്ലും എടുക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചെയ്യേണ്ടതെന്ന് പറയും, ഡയറക്റ്റ് കയറി അങ്ങ് ചെല്ലണം, ഫേസ് ടു ഫേസ് ചോദിക്കണം, നീ കൊല്ലുന്നെങ്കിൽ കൊല്ലണമെന്ന് പറയണം. അതാണ് ധൈര്യം. അല്ലാതെ ഈ ഒളിച്ചും പാത്തും ഇങ്ങനെയൊക്കെ സ്റ്റാറ്റസ് ഇട്ടിട്ട് ഈ ആൾക്കാരെ പേടിപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ ഒന്നും അത്ര ശരിയുള്ള പരിപാടിയല്ല. നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു നിങ്ങൾ ഇത് കണ്ടിട്ട് ഇറിറ്റേറ്റഡ് ആവുകയാണെങ്കിൽ അവനെ ഡയറക്റ്റ് വിളിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ അവൻ്റെ പേരിൽ കൊണ്ടുവന്ന് കംപ്ലൈൻറ്റ് കൊടുക്കുക. കംപ്ലൈൻറ്റ് കൊടുത്ത് എന്നെ ഇങ്ങനെ പല രീതിയിലും സ്റ്റാറ്റസ് ഇട്ട് എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നു, ഇൻഡയറക്ട്ലി എൻ്റെ ജീവനിൽ ഭീഷണിയുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കംപ്ലൈൻറ്റ് കൊടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അത് പോലീസുകാർ എന്നെ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ഷൻ എടുക്കും. അതാണ് ചെയ്യുന്നത്. അല്ലാതെ ഇത് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അത്ര ശരിയുള്ളൊരു പരിപാടിയല്ല. കാര്യം ഇന്നത്തെ കാലത്ത് ഈ അന്ധവിശ്വാസവും കൂടോത്രം ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ പിടിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര മോശമാണ്. പ്രത്യേകിച്ച് ഈ നന്ദനയുടെ കേസിൽ എനിക്ക് തോന്നുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞതിൻ്റെ പേരിലാണ് ആ ഫാമിലി പോലും എതിർത്തത്. കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊരു മാതാപിതാക്കൾക്കും ഇങ്ങനെയുള്ളൊരു വ്യക്തിയോടെ കല്യാണം കഴിച്ചു കൊടുക്കാനായിട്ട് പേടിയായിരിക്കും. കാര്യം സ്വന്തം മകൾ നല്ല രീതിയിൽ വരണമെന്നേ ആരായാലും ആഗ്രഹിക്കത്തുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള വിഡ്ഢിത്തരങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന മനുഷ്യരെ ഒരു കാരണവശാലും ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു ഫാക്ട്. ഇനി വീഡിയോയ്ക്കകത്ത് തന്നെ പൊന്നൂസ് പറയുന്ന വേറൊരു കാര്യമുണ്ട്, നന്ദനയായിട്ട് പിണങ്ങിയതിനെ പറ്റിയിട്ട്. അതിൻ്റെ ഒരു കുറച്ച് കാര്യം കേൾക്കാം, അത് അതിലും വലിയ കോമഡിയാണ്. ഞാൻ പറഞ്ഞേക്കണ് അവർ പാരച്ചാൽ അങ്ങനെയാണ് ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഞാൻ പാരച്ചല്ല. ഏതൊരു കൂടെ പറഞ്ഞാലും പറയേണ്ട കേസ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എത്രയും ദേഷ്യം ഞാൻ പറഞ്ഞു, കുഞ്ഞെ നീ ആദ്യം സംസാരം നിർത്താൻ പറഞ്ഞു. അപ്പൊ അവള് എന്താ പറഞ്ഞു, ഞാൻ എന്റെ അക്കനോടല്ലേ വിളിക്കുന്നത്, എന്റെ ഇഷ്ടമാണ്, എന്റെ അക്കനോട് എന്ത് പറയണമെന്നുള്ള എന്റെ ഇഷ്ടമാണ്, അത് ഇടപെടണ്ടെന്ന് പറയുന്നത്. നീ സംസാരിച്ചോണ്ടിരിക്കുന്നത് എന്റെ ഫോണിലാണ്. അവളെ ഇഷ്ടം പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ സംസാരിച്ചോണ്ടിരുന്നത് എന്റെ ഫോണിലാണ് എന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു എന്ന് തന്നെ പറയും. എനിക്ക് ദേഷ്യം ഞാൻ പറഞ്ഞിട്ടുള്ള കേസ് തന്നെയാണ്. അപ്പൊ എന്താ പറഞ്ഞു, ഇപ്പൊ അവള് പറഞ്ഞു അച്ഛനോട് എന്താ പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഞ്ഞൻ ഈ കാറിൽ ഇരുന്നിട്ട് നിനക്ക് എന്നെ കളിയാക്കാൻ പറ്റില്ല, എന്റെ കാറാണ്, ഞങ്ങളെ കളിയാക്കാൻ പറ്റില്ല. ഈ കാറിൽ നിന്നിട്ട് ഞങ്ങളെ കളിയാക്കാൻ പറ്റില്ല, എന്റെ കാറിൽ നിന്നിട്ട് എന്നെ ഇന്ന് പൊട്ടനാക്കിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ഞാൻ ചോദിച്ചു. അല്ലാതെ അവൾ ഇറക്കി വിട്ടിട്ടൊന്നുമില്ല. അവള് സമാധാനത്തോട് എന്റെ ഈ വീട്ടിൽ വന്നിട്ട് തന്നെയാണ് അവൾ ഇറങ്ങിയിട്ടുള്ളത്. അല്ലാതെ അവൾ ഞാൻ വഴിയിൽ ഇറക്കി വിട്ടിട്ടില്ല. ഇത് അനിയത്തിയും ചേട്ടത്തിയും പിണങ്ങാനുള്ളതിൻ്റെ ഒരു റീസൺ പറയുവാണ്. ഇവിടെ പോയിട്ട് വരുന്ന വഴിക്ക് കാരണത്തിരുന്ന് ഈ ഒരു പയ്യനെ ത്രൂ ഔട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അന്നേരം ഇരിക്കുന്ന സമയത്ത് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് ചോദിച്ചു, നീ ഇവിടെ നീ എൻ്റെ ഫോണിനകത്താണ് ഇരുന്ന് സംസാരിക്കുന്നത്, നീ എൻ്റെ കാറിനകത്തായിരുന്നു എന്നെ കളിയാക്കുന്നത് എന്നുള്ള രീതിയിൽ സംസാരിച്ചതിനെ പറ്റിയിട്ടാണ് ഈ പുള്ളിക്കാരത്തി പറയുന്നത്. ശരിക്കും നിങ്ങൾ ഒരു അനിയത്തിയും ചേട്ടത്തിയും തമ്മിലുള്ളൊരു ബന്ധമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം സ്വന്തം കൂടപ്പിറപ്പുകളോടെ എൻ്റെ ഫോണ്, എൻ്റെ വണ്ടി, അല്ലെ എൻ്റെ വീട് അങ്ങനെ പറയൂ. അങ്ങനെ പറയുന്നതായിട്ട് എനിക്കറിയത്തില്ല. എനിക്കറിയത്തില്ല. എനിക്കും ബ്രദേഴ്സുള്ള ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും പറയാറില്ല. എൻ്റെ വണ്ടിയാണ്, അല്ലെങ്കിൽ എൻ്റെ വീടാണ്, മറ്റേ എൻ്റെ ഫോണാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആർക്കും ഹേർട്ടാവും. അപ്പം അങ്ങനെ അത് നിങ്ങളുടെ ഭാഗത്ത് തന്നെ മിസ്റ്റേക്കാണ്. അതായത് ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ഇടയിൽ ഒരു സത്യം പറഞ്ഞ ഒരു ഒത്തൊരുമയില്ല. ഈ വിഷയങ്ങളെല്ലാം ഇത്രയും വഷളാവാൻ കാരണം നിങ്ങളുടെ ഇടയിൽ ഒരു ഒത്തൊരുമയില്ലാത്തതിൻ്റെയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി തെയ്യുക, ഇതൊക്കെയാണ് പരിപാടികൾ. ഇപ്പം നിങ്ങൾ ആലോചിക്കും, പബ്ലിക്കിൻ്റെ മുന്നിൽ നിങ്ങൾക്കത് കണ്ടണ്ട, കാശ് കിട്ടുവാൻ അത് വേറെ കാര്യമില്ല. പക്ഷെ വീണ്ടും നാണം കെടുവാണ്. ഒരു കുടുംബ പ്രശ്നം കൊണ്ടുവന്ന് പബ്ലിക്കിൽ ഇട്ടങ്ങ് നാണം കെടുത്തുവാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ചെളിവാരി എറിയുവാണ്. ഇനിയിപ്പോൾ ഇത് ഇത്ര ശരിയുള്ള പരിപാടിയല്ല. കാര്യം ഈ പറയുന്ന പൊന്നൂസ് ഇറങ്ങിപ്പോയ സമയത്ത് പോലും ആ അച്ഛനും അമ്മയും ഇതേപോലെ ആയിരുന്നു. ഓരോ എപ്പിസോഡ് അനുസരിച്ച് ഇങ്ങനെ വന്ന് വീഡിയോ ചെയ്യുമായിരുന്നു. കാര്യം അവർക്ക് അത്രയും മാനസിക ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, അത് വേറൊരു സത്യം. പക്ഷെ എന്നാൽ പോലും ഇത് പബ്ലിക്കിൽ വരുമ്പോഴത്തേക്ക് എത്രത്തോളം നാണക്കേടാണ്. ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളൂ. അപ്പം തന്നെ ഞാൻ പറഞ്ഞു, കുഞ്ഞെ എനിക്ക് ഫോൺ തരണം, എനിക്ക് തിരിച്ച് ഫോൺ തരണം.
എന്നെ ഇഷ്ടമല്ല, എന്നെ കലായിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയായിട്ട് സംസാരിക്കാൻ വേണ്ടി ഞാൻ ഇതിന് ഫോൺ കൊടുക്കണം? എന്റെ വർക്കിന്റെ ഫോൺ നാശമായിട്ട് പോലും ഞങ്ങൾ അത് 10 മിനിറ്റ് കുത്തിയിട്ട് ഞാൻ ഫോൺ യൂസ് ചെയ്തു. ഞങ്ങൾ പുതിയ ഫോൺ മേടിച്ചിട്ട് പോലും ഞങ്ങൾ ആ ഫോൺ മാറ്റാതെ എവിടെയും യൂസ് ചെയ്തോണ്ടിരിക്കല്ലേ എന്ന് ചോദിക്കാതെ ഞങ്ങൾ നാശമായ ഫോൺ യൂസ് ചെയ്തോണ്ടിരിക്കുന്നത്. ആ കൂടെ പുറപ്പല്ലേ വെച്ചിട്ട് ഞാൻ വിട്ടുകളഞ്ഞ ദിവസം അതിനൊന്നും ഞാൻ ഇപ്പൊ കണക്ക് പറയല്ല. അത് എനിക്ക് അവൾ എത്ര നാൾ യൂസ് ചെയ്താൽ ആ ഫോൺ അവൾ എടുത്താലും എനിക്ക് വിഷയമുള്ള ദിവസമല്ല. അപ്പൊ ആ ദിവസത്തെ ഞാൻ ചോദിച്ചു, ആ ഫോൺ അവനെ മേടിച്ചതാണ് ഉണ്ടായത്, അല്ലാതെ ആ വെള്ളം ഇറക്കി വിട്ടിട്ടൊന്നുമില്ല. പിന്നെ ഈ വ്യക്തിയുടെ വീട്ടിലേക്ക് സംസാരിക്കാൻ പോയിണ്ടായിരുന്നു. അതിപ്പോ കഴിഞ്ഞ ടൈമില് നമ്മൾ സംസാരിക്കാൻ പോയപ്പോ അവള് ഞങ്ങളെ വണ്ടിയിൽ തന്നെയാണ് കയറിയത്. അവളെ ഇങ്ങോട്ട് കൊണ്ടുപോകാറില്ല പറഞ്ഞു, അവളെ ഇങ്ങോട്ട് കൊണ്ടുപോകാറില്ല എന്ന് പറഞ്ഞുള്ള മറുപടി തരുന്നത്. എങ്ങോട്ട് കോൺടാക്ട് പറഞ്ഞാലും അമ്മയച്ഛനെ വിളിച്ച ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കും പ്രശ്നങ്ങൾ തന്നെ ഇത് തന്നെ വന്നിരുന്ന് പറയണത്. ഏകദേശം നല്ല വ്യൂവർഷിപ്പ് ഉണ്ട് ഈ ഒരു വീഡിയോയ്ക്കൊക്കെ. കാര്യം ഇതൊക്കെ കേൾക്കാനായിട്ട് ആൾക്കാർക്ക് ഭയങ്കര താല്പര്യമാണ്. ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലാന്ന് പറയുന്ന കണക്ക് ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി വന്നിരുന്ന് പറയാതെ ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കുക. ഇനി നാളെ നിങ്ങളെല്ലാവരും കൂടെ കൂട്ടത്തോടെ വന്നിരുന്ന വീഡിയോ ഇടും, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തു, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ്. അപ്പം വീണ്ടും ബാക്കിയുള്ള ആൾക്കാരാണ് മണ്ടന്മാരാവുന്നത്. പ്രത്യേകിച്ച് ഈ കമൻറ്റ് ഇടുന്ന ആൾക്കാർ ഭയങ്കര അഡിക്റ്റഡ് ആയിട്ടാണ് ആൾക്കാർ വന്നിരുന്ന് കമൻറ്റ് ഇടുന്നത്. കാര്യം അവരുടെയൊക്കെ അവരുടെ കുടുംബത്തിൽ എന്തോ സംഭവിച്ച പോലെയാണ് ആൾക്കാർ വന്നിരുന്ന് കമൻറ്റ് ഇടുന്നത്. എന്തായാലും ഇവിടെ എല്ലാവരുടെയും ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ട് എന്ന് ഞാൻ പറയത്തുള്ളൂ. ഇതിപ്പോൾ ഒരാളുടെ ഭാഗത്ത് മാത്രമല്ല, നിങ്ങൾ എല്ലാവരുടെയും ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ട്. അത് നിങ്ങൾ അംഗീകരിക്കുക. പിന്നെ ഇത്തരത്തിലുള്ള കൂടോത്രം ഇങ്ങനെയൊക്കെയുള്ള വിഡ്ഢിത്തരങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റുക. ഇല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ലൈഫ് ഓഞ്ഞാട്ടായി പോത്തേ ഉള്ളൂ. ഉള്ള കാര്യമാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.